ആനകളും കാട്ടുപോത്തുകളും മാനുകളും അടക്കം 700-ലേറെ വന്യമൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിട്ട് നമീബിയൻ സർക്കാർ. രാജ്യം നേരിടുന്നത് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ വരൾച്ച. നമീബിയയിൽ സംഭവിക്കുന്നതെന്ത്? ഭക്ഷണത്തിനു വേണ്ടി, ഇറച്ചിക്ക് വേണ്ടി വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകി ഉത്തരവിട്ടിരിക്കുകയാണ് നമീബിയൻ സർക്കാർ. കടുത്ത വരൾച്ചയും ഭക്ഷ്യക്ഷാമവുമാണ് ഈ തീരുമാനത്തിലേക്ക് സർക്കാരിനെ നയിച്ചത്. 30 ഹിപ്പോപ്പൊട്ടാമസ്, 60 കാട്ടുപോത്തുകൾ, 83 ആനകൾ, 300 സീബ്രകൾ, ഇങ്ങനെ 723 വന്യമൃഗങ്ങളാണ് പുതിയ കിൽ ലിസ്റ്റിൽ വരുന്നത്. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആദ്യമായാണോ നമീബിയ ഇത്തരം ഒരു വരൾച്ച നേരിടുന്നത്? അല്ല എന്നാണ് ഉത്തരം. പൊതുവെ വരൾച്ചാബാധിത പ്രദേശമാണ് തെക്കൻ ആഫ്രിക്ക. 2023 ഒക്ടോബറിൽ ബോട്സ്വാനയിലാണ് ഇത്തവണത്തെ വരൾച്ച ആരംഭിച്ചത്. പിന്നീട് സാംബിയ, സിംബാബ്വെ, അങ്കോള, നമീബിയ എന്നീ രാജ്യങ്ങളിലേക്കും തെക്കൻ ആഫ്രിക്ക ഒന്നാകെയും ഇത് വ്യാപിക്കുകയായിരുന്നു. എൽ നിനോ പ്രതിഭാസമാണ് പ്രധാന കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മുമ്പ് 2013, 2016, 2019 വർഷങ്ങളിൽ കടുത്ത വരൾച്ച കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് നമീബിയ. പക്ഷേ ഇത്തവണത്തേത് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും മോശം വരൾച്ച എന്നാണ് റിപ്പോർട്ട്. 2024 ജൂലൈ മുതൽ നമീബിയയിൽ ഭക്ഷണത്തിന്റെ ലഭ്യത കുറഞ്ഞു വരികയാണ്. വരൾച്ച വന്നതോടെ സാഹചര്യം കൂടുതൽ മോശമായി. കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങി. ചോളം പോലുള്ള പ്രധാന കാർഷിക വിളകൾ ഉണങ്ങി നശിച്ചു. രാജ്യത്തിന്റെ റിസർവ് ഫുഡിൽ 84% തീർന്നെന്നാണ് UN വക്താവ് പറയുന്നത്. ഭക്ഷ്യക്ഷാമം വിലക്കയറ്റത്തിന് കാരണമാകുകയും ഇത് സാമ്പത്തികമായി താഴ്ന്ന വലിയൊരു വിഭാഗത്തിന്റെ പട്ടിണി കൂടുതൽ ഗുരുതരമാക്കുകയും ചെയ്തു. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പോഷകാഹാരക്കുറവ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പലയിടങ്ങളിലും മരണവും. ഏകദേശം 26 ലക്ഷം വരുന്ന രാജ്യത്തെ ജനസംഖ്യയിൽ 12 ലക്ഷം പേർ, അതായത് പകുതിയോളം, 2024 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾക്കിടയിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടെന്നാണ് കണക്ക്. ഇതിൽ കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലാണ്. നിലവിൽ 14 ലക്ഷത്തോളം പേർ ഭക്ഷ്യക്ഷാമത്തിന്റെ പിടിയിലാണ്. അതായത് ഈ 14 ലക്ഷത്തിന്റെ ഭക്ഷണത്തിനായാണ് 723 മൃഗങ്ങളെ കൊല്ലാനുള്ള ഉത്തരവ്. 150-ലധികം മൃഗങ്ങളെ സമാന ആവശ്യത്തിനായി കൊന്നുകഴിഞ്ഞു. 63 ടൺ മാംസമാണ് ഇതിലൂടെ ലഭിച്ചത്. ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണോ മൃഗങ്ങളെ കൊല്ലാനുള്ള ഇപ്പോഴത്തെ ഈ തീരുമാനം? അല്ല. ഭക്ഷ്യക്ഷാമം മാത്രമല്ല സർക്കാരിന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ. വരൾച്ച കാരണം വെള്ളവും ഭക്ഷണവും തേടി വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. ഇത് ഗുരുതരമായ മനുഷ്യ വന്യജീവി സംഘർഷത്തിലേക്ക് നയിച്ചേക്കാവുന്ന സാധ്യത മുൻകൂട്ടി കണ്ടാണ് നമീബിയൻ സർക്കാരിന്റെ തീരുമാനം. ഒപ്പം ബാക്കി വരുന്ന മൃഗങ്ങൾക്കെങ്കിലും ഭക്ഷണം ഉറപ്പുവരുത്തുകയും ലക്ഷ്യത്തിലുണ്ട്. വന്യമൃഗങ്ങളെ ഭക്ഷ്യാവശ്യത്തിനും മറ്റുമായി കൊല്ലുന്നത് തെക്കൻ ആഫ്രിക്കയിൽ എന്നല്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഒരു പുതിയ കാര്യമല്ല. ശാസ്ത്രീയ വശങ്ങൾ കൂടി നോക്കിയാണ് മൃഗങ്ങളെ കൊല്ലുന്നതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും UN പ്രതിനിധി പ്രതികരിച്ചിട്ടുണ്ട്. വളരെ അത്യാവശ്യമായ നടപടിയാണിത്. ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത്. വിഷയത്തിൽ നമീബിയയുടെ പാരിസ്ഥിതിക മന്ത്രാലയത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ വ്യവസായി മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വൻതാര ഫൗണ്ടേഷൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നമീബിയൻ സർക്കാരിന് ഫൗണ്ടേഷൻ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തതിനൊപ്പം മൃഗങ്ങളെ കൊല്ലുന്നതിലുള്ള ആശങ്കയും അതോറിറ്റിക്ക് അയച്ച കത്തിൽ പറയുന്നു. സർക്കാർ നീക്കത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പുമായി നമീബിയയിലെ ചില വന്യജീവി സംരക്ഷണ സംഘടനകളും രംഗത്തെത്തി. കണ്ണടച്ച് എതിർക്കുന്നതിനു മുമ്പ് രാജ്യം നേരിടുന്ന വലിയ പാരിസ്ഥിതിക മാനുഷിക പ്രശ്നത്തെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നും പ്രതികരണമുണ്ട്. എന്തായാലും ലോകത്തിന്റെ മറ്റൊരു കോണിൽ നമീബിയ എന്ന രാജ്യത്തിന്റെ മാത്രം പ്രശ്നമായി ഈ വിഷയത്തെ തള്ളിക്കളയാനാവില്ല.